ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ പാർട്ട് 2 ആണ് ചെയ്യുന്നത് കേട്ടോ. ഇത് പോയോണ്ടിരിക്കുന്നതാണ്. കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഷോപ്പിംഗ് സ്ഥലങ്ങൾ നന്നായി ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയോണ്ടിരിക്കുന്നത് മെയിനായിട്ട്. അതേ കുറേ നല്ല ഭംഗിയിൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഫോട്ടോ പോയിന്റുകൾ കുറേ ഉണ്ട്. റോഡിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുതിര സഫാരി നടക്കുന്നുണ്ട്. അതേപോലെ കുതിരേൻ്റെ പുറത്തിരുത്തി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടീ സ്റ്റാളുകൾ കാണുള്ളൂ. അവിടെ മെയിനായിട്ട് കാണുന്ന സാധനം മാഗിയാണ്. മാഗിയും ബ്രെഡ് ഓംലേറ്റ് ആണ് ഇവിടെ മെയിനായിട്ട് പോകുന്ന ഒരു സാധനം കേട്ടോ. അതേപോലെ തിരിച്ചിറങ്ങാൻ നല്ല തിരക്കുണ്ടാകും. ഞങ്ങൾ ബുധനാഴ്ചയാണ് 13-ാം തീയതിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾക്ക് പോകാൻ വലിയ പ്രശ്നം ഉണ്ടായില്ല. കയറുമ്പോൾ ആൾക്കാർ പറഞ്ഞ് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഒരു തിരക്കും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതായത് ഷോപ്പിംഗ് പോയിന്റുകളും പിന്നെ ഫോട്ടോ പോയിന്റുകളും ഇഷ്ടംപോലെ ഉണ്ട്. അതേപോലെ കാശ്മീർ ഷോൾ വെച്ചിട്ട് പൊതിച്ചിട്ട് എടുക്കണം ഫോട്ടോ പോയിന്റ്. അതായത് 50 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു ചേട്ടൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട് മൂന്നാറാണോന്ന്. അപ്പം മൂന്നാർ ആണോന്ന് ചോദിച്ചാൽ മൂന്നാറാണ്. പക്ഷെ മൂന്നാർ ടച്ച് ചെയ്ത് പോണ സ്ഥലമാണ്. മൂന്നാർ കഴിഞ്ഞ് പോണ സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് തന്നെ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ രണ്ടാമത്തെ ക്ലൂ തന്നിട്ടുണ്ട്. മൂന്നാറാണെന്ന് ചോദിച്ചാൽ മൂന്നാറാണ്. പക്ഷെ മൂന്നാറല്ല ഞങ്ങൾ പോണത് വേറൊരു സ്ഥലത്തേക്കാണ്. നല്ല പ്രകൃതി രമണീയമായിട്ട് എന്താ പറയുക, പ്രകൃതി സുന്ദരിയായി നിൽക്കുന്ന സ്ഥലമാണ്. എവിടെ നോക്കിയാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിച്ചത് വെറുതെ അല്ല. അത്രയും മനോഹരമായ സ്ഥലം എവിടെയും കാണില്ല ലോകത്ത്. എനിക്ക് തോന്നുന്നതാണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയപ്പോൾ എനിക്ക് നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് കാണുന്ന പ്രകൃതി രമണീയതൊന്നും വേറെ എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അതാണ് തോന്നുന്നത്. അപ്പോൾ കണ്ടേ നല്ല തേയിലത്തോട്ടങ്ങൾ, നല്ല ഫ്രഷ് ആയിട്ടുള്ള തേയിലകളൊക്കെ മേടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് മൂന്നാർ. ഹൈ റേഞ്ചാണ്, എല്ലാവർക്കും അറിയാലോ. ഹൈ റേഞ്ചാണ്, നല്ല തണവുണ്ട്. നമ്മുടെ അവിടുത്തെ പോലെയല്ല, ഊട്ടിയൊക്കെ പോലെയാണ്. കാരണം തണവുണ്ടെങ്കിലും ചൂടടിക്കുമ്പോഴും നമുക്ക് തണവ് തന്നെയാണ് അനുഭവപ്പെടുന്നത്. വലിയ ചൂട് കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തണവുള്ള, നല്ല എന്താ പറയുക, നമുക്ക് പറ്റുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. എന്നാൽ ചൂടുമില്ല, അധികം തണവുണ്ട്. എന്നാൽ വലിയ ചൂടൊന്നുമില്ല. വെയിലടിക്കുമ്പോൾ നമുക്ക് തണുത്ത കാറ്റിങ്ങനെ അടിച്ചു പോകുമ്പോൾ നല്ല എന്താ പറയുക, എൻ്റെ സാറേ ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്ന് പറഞ്ഞ പോലെ നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ ഞങ്ങൾ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മലയുടെ മുളയ്ക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഞങ്ങൾ പോണതിൻ്റെ ഒരു 20% ഇന്നലെ എത്തിയിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ 30% എത്തിയിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ 50% എത്തിയിട്ടുള്ളൂ. ഞങ്ങൾ പോണതിൻ്റെ അവിടെ ഒരു കുണ്ടള ഡാം കണ്ടു. അപ്പോൾ ഞങ്ങൾ കാർ നിർത്തി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടക്കുകയാണ്. കുറച്ച് ദൂരം നടക്കാണ്ട്. അപ്പം ഞങ്ങൾ പോണ സമയത്ത് കേട്ടാ വെറുതെ അവിടെ പെട്ടിപ്പുറത്ത് ബിരുദം ഓരോ പണികൾ ചെയ്യണം. അത് കഴിഞ്ഞ് കുറച്ചും കൂടി നടന്നപ്പോൾ ഒരു കുടുംബമടക്കം എല്ലാവരും ഇരിക്കുന്നു. കുറയ്ക്കന്മാർ കുറച്ച് ദൂരം നടക്കാണ്, കുറച്ചധികം ദൂരം നടക്കാണ്. ചേട്ടനും മോളും കാർ പാർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും മോളും പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നാടൻ ഊണും ഫിഷ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞി പെട്ടിക്കടയൊക്കെ കാണുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെയും ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെ കാണുന്നത് വെറൈറ്റി ഹാൻഡ് ബാഗുകളൊക്കെയാണ്. കരടിക്കുട്ടിൻ്റെ ഹാൻഡ് ബാഗൊക്കെയാണ് കാണുന്നത്. അത് ഞാൻ കരടിക്കുട്ടിൻ്റെ ഹാൻഡ് ബാഗ് ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ മാട്ടുപ്പെട്ടി പോലെയല്ല, കുണ്ടള ഡാമിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. മാട്ടുപ്പെട്ടിയിൽ തീരെ വെള്ളമില്ല. ഞങ്ങൾ ചെന്നപ്പോൾ പറ്റി വരണ്ടി കിടക്കുക. എക്ക പോയിൻ്റെ ഭാഗത്തൊക്കെ പറ്റി വരണ്ടി കിടക്കായിരുന്നു. വെള്ളം എന്ന് പറഞ്ഞ സാധനമില്ല. ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട്. ഞങ്ങൾ പോയത് 4 മണി 4:15 നേരത്തായിരുന്നു. ബോട്ടിങ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബോട്ടിങ് ചെയ്യാറ്, പക്ഷെ ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് കുറച്ചും കൂടി ദൂരമുള്ള കാരണം ഞങ്ങൾ ബോട്ടിങ് തന്നെ ഇരുന്നില്ല. അപ്പോൾ നല്ല ഭംഗിയിൽ ഈ ഫോട്ടോയും വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്ത്, ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളിത് കുണ്ടള ഡാമിൻ്റെ ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെ മെയിനായിട്ട് നോക്കിയപ്പോൾ ബലൂൺ ഗൺ വെച്ചിട്ട് ബലൂൺ പൊട്ടിക്കലാണ്. അത് ഞാൻ തമിഴ് സിനിമയിൽ ഒക്കെ കണ്ടിട്ടുള്ളൂ. പണ്ടത്തെ തമിഴ് സിനിമ എടുത്ത് നോക്കി കാണാം ബലൂൺ പൊട്ടിക്കുന്നത് ബീച്ചിലൂടെയൊക്കെ. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക് കൂടെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പച്ചപ്പും നല്ല രസമുണ്ട്. തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി ഇങ്ങനെ കുറച്ച് ദൂരം കൂടെ എത്താറുണ്ട്. ഞങ്ങൾക്ക് പോകാൻ കുറച്ചുകൂടി ദൂരമുണ്ട്, കുറേ ദൂരമുണ്ട് ഞങ്ങൾ പോണത്. മൂന്നാറെന്നല്ല, മൂന്നാറിൻ്റെ അടുത്ത് തന്നെയാണ്. ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് എത്താറ്. ഞങ്ങൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോവുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ ഭംഗിയുള്ള പനിച്ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ റോഡിൽ നല്ല നല്ല ഭംഗി ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതേപോലെ കച്ചവട സ്ഥലങ്ങൾ കാണാണ്ട് നല്ല ഭംഗിച്ചെടി കുരങ്ങന്മാർ അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. തേയിലച്ചാടിയാണ് ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത്. തേയിലത്തോട്ടങ്ങൾ കാണാണ്ട്, തേയിലത്തോട്ടങ്ങൾ തട്ടായിട്ട് കൃഷികൾ ചെയ്യണം കാണാണ്ട്. നല്ല എല്ലാം നല്ല ഭംഗിയിലാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ റോഡൊന്നും വലിയ വൃത്തികേടൊന്നുമില്ല. എല്ലാവരും നല്ല വൃത്തിയിൽ ഹരിത ശുചിത്വ കേരളം എന്ന് പറഞ്ഞ പോലെ സൂപ്പറായിട്ടാണ് എന്താ പറയുക, വൃത്തികേടൊന്നും ആക്കാണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട് അവിടെ ഈ ഭാഗത്തൊക്കെ. നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയുണ്ട്. പ്രകൃതി ഭംഗി കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ ഈ ചെടികൾ വെട്ടിയ സ്ഥലം കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു
50% എത്തിയുള്ളൂ ഞാൻ പറഞ്ഞു. അപ്പോൾ അതായത് ഞങ്ങൾ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായി. കാരണം ഹൈ റേഞ്ച് കയറി മതിയാവും നമുക്ക്. അതുപോലെ പോണ വഴിയിലൊക്കെ നമ്മുടെ പച്ചക്കറികൾ, ഫ്രഷ് വെജിറ്റബിൾസ് കാണാൻ അവിടെ വിളവെടുത്തതാണ് കേട്ടോ. അവർ തന്നെ കൃഷി ചെയ്ത് അവർ തന്നെ വിളവെടുക്കുന്നതാണ്. അതേപോലെ കോട ഇറങ്ങി തുടങ്ങിയിട്ട് 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല തണവ് നമുക്ക് അറിയുന്നുണ്ട്. എന്നാലും കാണാനില്ലെങ്കിൽ കോടമഞ്ഞ് കാണാനില്ലെങ്കിൽ തണവ് നമുക്ക് ഹൈ റേഞ്ച് കയറും തോറും തണവ് ശരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ റേഞ്ച് കണ്ട് ഇറങ്ങണവർ, ടോപ്പ് സ്റ്റേഷൻ കണ്ട് ഇറങ്ങണവരുണ്ട്. അവർക്ക് വേഗം അത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ കടകൾ, കുഞ്ഞു പെട്ടിക്കടകളിലൊക്കെ നല്ല നല്ല സാധനങ്ങൾ, ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് അവിടെ തന്നെ കൃഷി ചെയ്തെടുത്ത ഫ്രഷ് ആയിട്ട് സാധനങ്ങളൊക്കെ കിട്ടി. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വംശനാശം സംഭവിച്ചൊരു ചെടിയാണ്. പണ്ടൊക്കെ വേലിമ കണ്ടിരുന്നതാണ് എൻ്റെ വീട്ടിലൊക്കെ. അപ്പോൾ ഇവിടെ മൂന്നാർ വന്നപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മുക്കുറ്റികളാണ് കാണുന്നത്. എനിക്ക് അതിശയം തോന്നി. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കുറേ മുക്കുറ്റികൾ കണ്ടിട്ടുണ്ട്, പല കളറ്, ചുവപ്പ്, മഞ്ഞ. ഇപ്പോൾ വംശനാശം സംഭവിച്ച സാധനം നമ്മുടെ മൂന്നാറിൽ വന്നിട്ട് ഇപ്പോൾ കാണേണ്ടി വന്നാൽ. കാരണം മൂന്നാറിൽ അത്യാവശ്യത്തിന് മുക്കുറ്റി സാധനങ്ങളൊക്കെ കാണാണ്ട് തട്ട് കൃഷികൾ, പിന്നെ കമ്പി വേലിയിട്ടുണ്ട്. എല്ലാവരും അതിർത്തി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പാട്ട്.